അന്ന് നമ്മൾ പോയതിൻ്റെ ബാക്കി വിശേഷങ്ങളാണ് കേട്ടോ. ഞാൻ ഒരു വീഡിയോയിലെല്ലാം കൂടി ഉൾപ്പെടുത്താണ്ടിരുന്നതാണ് കേട്ടോ. നമ്മൾ പോയ വഴി കയറിയതാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ്. നമ്മൾ പോയ ഭാഗത്ത് വന്നതാണ് കേട്ടോ ഈ ഒരു ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കയറിയിട്ട് ഫുഡ് എന്തെങ്കിലും കഴിച്ചാലേ മാത്രമേ നമുക്കിവിടെ ഒന്ന് കാണാനും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ കേട്ടോ. ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ. ഏറ്റവും അറ്റത്തായിട്ടാണ് ഒരു കെട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ അറ്റത്ത് വരെ നടന്ന് വേണം നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലോട്ട് എത്താൻ. അപ്പോഴുണ്ട് അവിടെ ഒരു വണ്ടി ഉണ്ട് കേട്ടോ. ആ ചെക്കൻ ഇതിന് വേണ്ടിയിട്ട് ഓടിക്കാൻ നിൽക്കണതല്ല, എന്നാലും അങ്ങോട്ട് പോയിടണം. അപ്പോൾ ചേട്ടനും ചേച്ചിയൊക്കെ കയറിക്കോ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ച പാടെ വിളിക്കാത്ത പാടെ ഞങ്ങൾ വേഗം ചാടി ആ വണ്ടി കയറിയിട്ടാണ്. വണ്ടി ഒന്നും കിടക്കാത്ത വഴിയാണ്. നമുക്ക് വണ്ടി റോഡിൻ്റെ അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് നടന്ന് പോകണം കേട്ടോ. അപ്പോൾ ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റ് പോലെ തന്നെ 2-3 ഹട്ടുകൾ പോലെയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ, സ്റ്റേയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമ്മളെ ബോട്ടിങ്ങിന് കൊണ്ടുപോയിട്ട് ഇവിടെ തന്നെ ചുറ്റുവട്ടത്തുള്ള പൊയ്യ ഭാഗത്തുള്ള മെയിൻ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മളെ കൊണ്ടുപോയി കാണിച്ചിട്ട് തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവന്ന് എത്തിക്കും. അപ്പോൾ ബോട്ടിങ്ങിനൊക്കെ പോകാനായിട്ടൊക്കെ താല്പര്യമുണ്ട്, ഇങ്ങനെയുള്ള കാണാനൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വരാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമുണ്ട് പൊയ്യ ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റിൽ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ചുറ്റുവട്ടത്തൊക്കെ എല്ലാ കാര്യങ്ങളെല്ലാം കണ്ടേക്കണോണ്ടാണ് ഞങ്ങൾ ബോട്ടിങ്ങിനൊന്നും പോയില്ല. ഇതിൻ്റെ ഉള്ളിലൊന്നും കാണാൻ നിങ്ങളെ ഇതൊക്കെ കണ്ട് പരിചയപ്പെടുത്തി തരാമെന്നൊക്കെ ഓർത്തിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ വണ്ടിയിൽ കയറിയിരിക്കേണ്ട ആദ്യം സ്പീഡിലല്ല കേട്ടോ പോണത്, അതുകൊണ്ടാണ് കൊച്ചവിടെ നിന്ന് എഴുന്നേറ്റൊക്കെ നിൽക്കണത് കേട്ടോ. പതുക്കെയാണ് വണ്ടി വണ്ടി വലിയ ഭയങ്കര ഓടണ പോലത്തെ വണ്ടിയൊന്നുമല്ല, ഇച്ചിരി പണിക്ക് കയറ്റിയിട്ടൊക്കെ കൊണ്ടുപോകുന്ന വഴിയായിരുന്നു കേട്ടോ. അങ്ങനെ വണ്ടി മേക്ക് ഓവറൊക്കെ ചെയ്തെടുത്തേക്കണ എന്തോ വണ്ടിയാണ്. അതിനകത്തൊക്കെ കയറി കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് എടുത്ത് കഴിക്കാണ്ടേ നമുക്ക് ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല. വെറുതെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കാനൊന്നും അവർ സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ ഓർത്തിട്ട് നമ്മൾ പതുക്കെ നീങ്ങേണ്ട ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാണ്ട് വേറെ വരത്തില്ല. അങ്ങനെ നമ്മളൊരു ബിരിയാണിയും ഒരു ചോറൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കേണ്ട. ഇത് ഡ്രമ്മിൽ സെറ്റ് ചെയ്തേക്കേണ്ട, താഴെ ഡ്രമ്മാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കട്ടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൻ്റെ മുകളിലാണ് ഈ റെസ്റ്റോറൻറ്റ്. അപ്പം നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് നല്ല വെയിറ്റൊക്കെ ഉള്ള ഒരാൾക്കാരൊക്കെയാണ് വന്നിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കട്ടെ ഈ ഒരു റെസ്റ്റോറൻറ്റ്. രസമാണ് എന്തായാലും. ഇത് ചുറ്റും വെള്ളമെന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ടാണ്. ആ വെള്ളക്കെട്ടിൻ്റെ നടുക്കിരുന്ന് ഇങ്ങനെ ഫുഡ് അടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തേക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് അന്ന് ടൂറൊക്കെ പോയപ്പം അവിടെ ഉണ്ട് ഇങ്ങനത്തെ ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റുകൾ, അവിടെയാണ് കഴിച്ചേക്കണം. പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ നാട്ടിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ പൊയ്യ ഭാഗത്തുള്ള ഈ ഒരു ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കേണ്ട ചുറ്റിൻ്റെ കണ്ട അവിടെ 2-3 ഹട്ടുകളൊക്കെ കാണുന്നില്ലേ, ആ ഹട്ടുകളൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ടുള്ള ഹട്ടുകളാണ് കേട്ടോ. അങ്ങനെ ബിരിയാണി ഞാനും മിക്കൂസും കൂടി ഷെയർ ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നത്. പിന്നെ ഇവിടെ കുറച്ച് റീൽസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് നല്ല സ്പോട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ റീലൊക്കെ എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് അവിടെ നിന്ന് കഴിച്ചാൽ മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കണത്. മൂത്ത ആൾ വരാത്തതുകൊണ്ടാണ് എനിക്ക് യാത്ര പോകുന്നിട്ട് ഒരു സുഖമില്ല. അവനും കൂടി ഉണ്ടെങ്കിലേ എനിക്കിഷ്ടമുള്ളൂ. എല്ലാവരും കൂടി പോകുമ്പോഴല്ലേ അതിനൊരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ മൂത്ത ആൾ വരാത്തതുകൊണ്ടാണ് എനിക്ക് വലിയ ഒരു സുഖം ഉണ്ടാകുന്നില്ല. ദൂരോട്ട് എവിടെയെങ്കിലും പോകാമെന്ന് ഓർത്തിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ യാത്രയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ അരിയത്തുള്ള സ്ഥലങ്ങളിലൊക്കെ കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. അങ്ങനെയാണ് പള്ളിയിലൊക്കെ പോയി നമ്മൾ തിരിച്ച് പോകുന്ന വഴി ഇവിടെ കണ്ട് ഈ സ്ഥലമൊക്കെ ഭംഗിയായി കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ കയറിയത്. അങ്ങനെ കുറേ നേരമൊക്കെ പിന്നെ റീലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ചുറ്റി നടന്നിട്ടാണ്. അതിൻ്റെ തൊട്ടിപ്പുറം വലിയ പുഴയുണ്ടാ. ആ പുഴയുടെ അപ്പുറത്തൊക്കെ ഇഷ്ടംപോലെ തുരുത്തും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളുടെ ആ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആ പുഴയായിട്ടൊക്കെ ലിങ്ക് ചെയ്തെടുക്കണ പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്. അപ്പം നല്ല കാറ്റായിരുന്നു, നല്ല ക്ലൈമറ്റും, മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നല്ല സുഖമായിട്ട് നമുക്ക് നടക്കാനൊക്കെ പറ്റി, കുറേ റീലൊക്കെ ചെയ്യാൻ പറ്റി. എന്തായാലും കൊള്ളാം. ആ അറ്റത്തൊരു ദ്വീപുണ്ട് കേട്ടോ. ആ ദ്വീപിനെ പറയുന്നതാണ് ചെറുത്താങ്കോട്ടെന്ന് പറഞ്ഞത് വേറൊന്നുമല്ല. ആ ദ്വീപിൽ ആൾപ്പാർപ്പൊന്നുമില്ല കേട്ടോ. അപ്പം എന്നാന്ന് ചേട്ടൻ കാണിച്ചു തരികയാണ്. അവിടെ ഒരു കോട്ടയുണ്ട് ചെറുത്താങ്കോട്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തന്നുകൊണ്ടിരിക്കേണ്ടതാണ്. എന്തായാലും പോയി ആ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വരാൻ പറ്റണ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. കുറച്ച് കുഞ്ഞ് പിള്ളേർക്ക് കളിക്കാനുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശ്രദ്ധിക്കണം. അപ്പുറം ഇപ്പുറമൊക്കെ പുഴയായിട്ട് വെള്ളം നിറഞ്ഞ് നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ പിള്ളേരെയൊക്കെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിച്ചും കണ്ടൊക്കെ വേണം കേട്ടോ. ഇവിടെ കയറി കഴിയുമ്പോൾ നമ്മുടെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ പിള്ളേരെ അപ്പോൾ വെള്ളത്തിൽ വീഴും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. അങ്ങനെ അവിടെയൊക്കെ നടന്ന് കുറേ നേരമൊക്കെ
നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഇനിയിപ്പോൾ വീട്ടിലോട്ട് വരേണ്ട. അപ്പോൾ ചെറിയൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വിശേഷമൊക്കെ ആയിട്ട് പിന്നെ വരാം കേട്ടോ. കൈ കിട്ടണമൊക്കെ ഞാനങ്ങനെ വീഡിയോസായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്.